السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلم تقتلوهم ولكن الله قتلهم وما رميت إذ رميت ولكن الله رمى وليبلي المؤمنين منه بلاء حسنا إن الله سميع عليم. ذلكم وأن الله موهن كيد الكافرين. إن تستفتحوا فقد جاءكم الفتح وإن تنتهوا فهو خير لكم وإن تعودوا نعد ولن تغني عنكم فئتكم شيئا ولو كثرت وأن الله مع المؤمنين. صدق الله. പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, സൂറത്തുൽ അൻഫാലിലെ 17 മുതൽ 19 വരെയുള്ള ആയത്തുകളാണ് ഞാനിവിടെ പാരായണം ചെയ്തത്. ബദർ യുദ്ധത്തിൽ അള്ളാഹു സത്യവിശ്വാസികൾക്ക് ചെയ്തു കൊടുത്ത പ്രത്യക്ഷ സഹായങ്ങളെക്കുറിച്ചാണ് ഈ ആയത്തുകളിലൂടെ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ സത്യനിഷേധികൾക്ക് ശക്തമായ താക്കീത് നൽകുകയും ചെയ്യുന്നുണ്ട്. സത്യവിശ്വാസികൾ നേരിട്ട ഒരു മഹത്തായ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കാൻ വേണ്ടി അള്ളാഹു നടത്തിയ ഇടപെടലുകൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കുകയാണ് ഇവിടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫലം തഖ്തുലൂഹും വലാകിന്നല്ലാഹ ഖതലഹും. നിങ്ങളല്ല അവരെ വധിച്ചിട്ടുള്ളത്, മറിച്ച് അള്ളാഹുവാണ് അവരെ വധിച്ചത്. വമാ റമൈത്ത ഇത് റമൈത്ത വലാകിന്നല്ലാഹ റമ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, പ്രവാചകരെ, താങ്കൾ എറിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ താങ്കളല്ല എറിഞ്ഞത്, മറിച്ച് അള്ളാഹുവാണ് എറിഞ്ഞത്. വലിയുബ്ലിയൽ മുഅ്മിനീന മിൻഹു ബലാഅൻ ഹസന. അത് മുഖേന സത്യവിശ്വാസികളെ ഒരു നല്ല പരീക്ഷണത്തിന് വിധേയമാക്കാൻ വേണ്ടി. ഇന്നല്ലാഹ സമീഉൻ അലീം. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ദാലിക്കും വ അന്നല്ലാഹ മൂഹിനു കൈദിൽ കാഫിരീൻ. മാത്രമല്ല അത് മുഖേന സത്യനിഷേധികളുടെ കുതന്ത്രങ്ങളെ തകർക്കുകയും ചെയ്യേണ്ടിയിരുന്നു. ഇൻ തസ്തഫ്തിഹു ഫഖദ് ജാഅക്കുമുൽ ഫതഹ്. നിങ്ങൾ വിജയമാണ് അർത്ഥിക്കുന്നതെങ്കിൽ ആ വിജയമിതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. വൈൻ തൻതഹു ഫഹുവ ഖൈറുൽ ലക്കും. നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം. വൈൻ തഊദു നഉദ്. നിങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ നാമും ആവർത്തിക്കും. വലൻ തുഅ്നിയ അൻകും ഫിഅത്തുക്കും ഷൈഅ. നിങ്ങളുടെ സംഘബലം നിങ്ങൾക്കൊട്ടും ഉപകാരപ്പെടുകയില്ല. വലു കസറത്ത്, അതെത്ര വലുതാണെങ്കിലും അധികമുള്ളതാണെങ്കിലും ശരി. വ അന്നല്ലാഹ മഅൽ മുഅ്മിനീൻ. തീർച്ചയായും അള്ളാഹു സത്യവിശ്വാസികളുടെ കൂടെ തന്നെ ആയിരിക്കും. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, വമാ റമൈത്ത ഇത് റമൈത്ത വലാകിന്നല്ലാഹ റമ. നീ എറിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ നീയല്ല എറിഞ്ഞത്, മറിച്ച് അള്ളാഹുവാണ് എറിഞ്ഞത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ബദറിൽ ഇരു സൈന്യവും അണിനിരന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിടി മണ്ണ് വാരിക്കൊണ്ട് സത്യനിഷേധികളുടെ മുഖത്തേക്ക് ഷാഹത്തിൽ വുജൂഹ് എന്ന് പറഞ്ഞ് സത്യനിഷേധികളുടെ മുഖത്തേക്ക് എറിയുകയും മുഖങ്ങൾ വികൃതമാവട്ടെ എന്ന് പറഞ്ഞ് അവരുടെ മുഖത്തേക്ക് എറിയുകയും അങ്ങനെ തിരുമേനിയിൽ നിന്ന് സൂചന ലഭിച്ച മാത്രയിൽ സത്യവിശ്വാസികൾ ഒറ്റക്കെട്ടായി ആക്രമണത്തിന് വേണ്ടിയിട്ട് അവർക്ക് രംഗത്തിറങ്ങി അവർക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു ചെയ്തത് എന്ന് ചരിത്രം നമ്മളോട് പറയുന്നു. അതോടൊപ്പം തന്നെ സത്യനിഷേധികളുടെ സകല കുതന്ത്രങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തുക തന്നെ ചെയ്യുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ ആയത്തുകളിലൂടെ നൽകുന്നത്. എന്നിട്ട് പറയുന്നു, ഇൻ തസ്തഫ്തിഹു ഫഖദ് ജാഅക്കുമുൽ ഫതഹ്. സത്യനിഷേധികളോട് പറയുകയാണ്, നിങ്ങൾ വിജയമാണ് അർത്ഥിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വിജയമാണ് ചോദിക്കുന്നതെങ്കിൽ ഇതാ യഥാർത്ഥ വിജയം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇത് പറയാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. മക്കയിൽ നിന്ന് ഖുറൈശികൾ ബദർ യുദ്ധത്തിന് വേണ്ടിയിട്ട് പുറപ്പെടുന്ന സന്ദർഭത്തിൽ അവർ കഅബയുടെ മൂടുപട പിടിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയുണ്ടായി, അള്ളാഹുവെ,
ഈ രണ്ട് കൂട്ടരിൽ ആരാണോ യഥാർത്ഥ നേരിൻ്റെ ആളുകൾ അവർക്ക് നീ വിജയം പ്രദാനം ചെയ്യണമേ. അബൂജഹൽ പ്രത്യേകമായിട്ട് തന്നെ പ്രാർത്ഥിച്ചു, രക്ഷിതാവേ, ഞങ്ങളിൽ സത്യവാദികളാരോ അവരെ വിജയിപ്പിക്കുകയും അക്രമികളെ തോൽപ്പിച്ച് അപമാനിതരാക്കുകയും ചെയ്താലും എന്ന് അബൂജഹൽ പ്രത്യേകമായിട്ട് തന്നെ പ്രാർത്ഥിക്കുകയുണ്ടായി. അവരുടെ നാവിൽ നിന്ന് തന്നെ വന്ന ഒരു പ്രാർത്ഥന അള്ളാഹു അക്ഷരാർത്ഥത്തിൽ പൂർത്തീകരിക്കുകയും യഥാർത്ഥ സത്യത്തിൻ്റെ വാഹകർ ആരാണ് എന്ന് ഖുറൈശികൾക്ക് കാണിച്ചു കൊടുക്കുകയുമായിരുന്നു ബദർ യുദ്ധത്തിലൂടെ സംഭവിച്ചത്. ശേഷം അവരോട് പറയുന്നു, നിങ്ങൾക്ക് ഈ അക്രമങ്ങളിൽ നിന്ന്, ഈ അസത്യങ്ങളിൽ നിന്ന്, ഈ അനീതികളിൽ നിന്ന് നിങ്ങൾക്ക് വിരമിക്കുന്നതാണ് നല്ലത്. അല്ലാത്ത പക്ഷം സമാനമായ അവസ്ഥകൾ മുമ്പ് നിങ്ങൾ അനുഭവിച്ച, ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമാനമായ അവസ്ഥകൾ തന്നെയാണ് വരാനിരിക്കുന്നത് എന്നുള്ളൊരു താക്കീത് അവർക്ക് നൽകുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾക്കുള്ള ഒരു സന്തോഷവും സത്യനിഷേധികൾക്കുള്ള ഒരു താക്കീതും കൂടിയായിരുന്നു ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പാകെ വിവരിച്ചു തന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.